ഈ വർഷം ജാനുവരി 30 ഒരു ഫ്ലൈറ്റിൽ നിന്ന് എടുത്തൊരു വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മുപ്പത്തയ്യായിരം അടി ഓൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഏതൊരു മനുഷ്യനും ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നോക്കിയിട്ടൊന്ന് പറ. രണ്ട് ഓർബ് പോലത്തെ സംഭവം ഇങ്ങനെ പരസ്പരം ചുറ്റി കളിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. അതും ഇത്ര അടി ഓൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ എന്തായാലും ഒരു ഡ്രോൺ പറക്കാൻ കഴിയില്ല. കമന്റ്സിൽ ഒരുപാട് പറയുന്ന പോലെ ഇതൊരു ഫ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയേഴ്സിന് ഒരിക്കലും ഈ തരത്തിലുള്ള മൂവ്മെന്റ് ചെയ്യാൻ കഴിയില്ല. അത് 35,000 അടി ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന അത്ര വലിയ ഫ്ലയേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എന്റെ അറിവിലില്ല. ഈ സമയം കൊണ്ട് ഞാൻ എന്തോരം വീഡിയോസ് അനലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതിൽ ഭൂരിഭാഗം വീഡിയോസ് ഈ പറയുന്ന പോലെ AI ജനറേറ്റഡോ ഈ പറയുന്ന പോലെ CGI ആനിമേഷനോ ഒക്കെ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ സാറ്റലൈറ്റ്സിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തത് UFO ഏലിയൻസിനാണൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ കാണുന്നതിൽ വെച്ച് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ലോകത്ത് ഒരുപാട് ഇവന്റ്സ് സംഭവിക്കുന്നുണ്ട്. അതായത് റോക്കറ്റ് ലോഞ്ച് സംഭവിക്കുന്നുണ്ട്, ഫുട്ബോൾ ഗെയിം സംഭവിക്കുന്നുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ഇവന്റ്സും എല്ലാവരുടെ ചെവികളിലേക്ക് എത്തിപ്പെടണമെന്നില്ല. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളിപ്പോ ഈ കാണുന്ന ഒരു വീഡിയോ. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നമ്മുടെ ലോകമെമ്പാടും ഒരുപാട് ഡ്രോൺസും UFO ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. UFO എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലോകത്തിലുള്ള എല്ലാവർക്കും, ഏതൊരു കൊച്ചു കുട്ടിക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളോ മെയിൻലി ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഇതേ ഒരു ടൈം ഫ്രെയിമിൽ വെച്ചിട്ടാണ് SpaceX ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതും അതിന്റെ അപ്പർ മൊഡ്യൂൾ, അതായത് ഇങ്ങനെ സ്പേസിലേക്ക് പോകുന്ന ആ ഒരു മൊഡ്യൂള് സ്പേസിൽ നിന്ന് എന്തോ സംഭവം സംഭവിച്ചിട്ട് അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു പൊട്ടിത്തെറിയുടെ ആഫ്റ്റർ മാത്ത് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്, നിങ്ങൾ എല്ലാവരും ഏകദേശം ഒരു 10-200ഓളം ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആ ഒരു വീഡിയോ ശരിക്കും ഈ പറയുന്ന ഒരു UFO UAP ആയിട്ട് യാതൊരു റിലേഷനും ഇല്ല. SpaceXന്റെ ആ ഒരു അപ്പർ മൊഡ്യൂള് ശരിക്കും പൊട്ടിത്തെറിച്ചിട്ട് അത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. വേറൊരു ഫാക്ട് എന്താ വെച്ചാൽ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പോൾ സർപ്രൈസസ് ഒന്നുമില്ല, ഒട്ടുമിക്ക ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ലിറ്ററലി ഇന്നലെ പോലും 1-2 പേര് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഞാനൊരു വീഡിയോയിൽ ക്ലാരിഫിക്കേഷൻ കൊടുത്തേ ഉള്ളൂ. ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്കൊരു സുഹൃത്ത് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സൂക്ഷിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആകാശത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു ഒബ്ജക്റ്റ് പയ്യെ ആകാശത്തോടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഒബ്സർവ് ചെയ്ത 2 കീ പോയിന്റ്സ് ആണ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ആകാശത്തോടെ പയ്യെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്തും പോകുന്നുണ്ട്, അതിങ്ങനെ പയ്യെ മിന്നുന്നുണ്ട്. അപ്പൊ ഈ 2 ഫാക്ടർ കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സാറ്റലൈറ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഈ സാറ്റലൈറ്റിൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ സാറ്റലൈറ്റിന്റെ രാത്രി നമുക്ക് കാണാൻ പറ്റുന്നത്? അത് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കണ എനിക്ക് ആദ്യത്തെ ചോദ്യം ഉണ്ടോ. പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ സാറ്റലൈറ്റ് മിന്നുന്നത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഇവന്റ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്തായിരിക്കും. അതായത് ഇരുട്ടുള്ള സമയത്തായിരിക്കും നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ സയൻസ് എന്താ വെച്ചാൽ, രാത്രി സമയങ്ങളിൽ സൂര്യൻ എന്തായാലും ഈ സാറ്റലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സൂര്യന്റെ ലൈറ്റ് ഈ സാറ്റലൈറ്റിനെ പോയി ഇടിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. ഈ പറയുന്ന സാറ്റലൈറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതായത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ചൂട്, ആ ഒരു റേഡിയേഷൻ മാക്സിമം റിഫ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട്
ഈ സാറ്റലൈറ്റ്സിനകത്തുള്ള കമ്പോണൻസിനെ മാക്സിമം കൂളായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് സാറ്റലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ ഈ പറയുന്ന സാറ്റലൈറ്റ്സ് വളരെ സ്മൂത്ത് ആയിട്ട്, ഒരു ക്ലിയർ സ്കൈ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ മിന്നി കളിക്കുന്നത്? പല കളർ, അതായത് റെഡ് ആയിക്കോട്ടെ, യെല്ലോ ആയിക്കോട്ടെ, പല കളറിലും നമുക്കിതിങ്ങനെ മിന്നി കളിക്കുന്നത് കാണാൻ പറ്റും. സാറ്റലൈറ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലും കൂടിയാണ്. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണുള്ളത്? ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അതായത് ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, അങ്ങനെ പല പല ഗ്യാസസ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലെ പല ലേയേഴ്സിലായിട്ട് കാറ്റുണ്ട്, മേഘങ്ങളുണ്ട്, ഈ പറയുന്ന പോലെ പല ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ലെയറുകളുടെ ഡെൻസിറ്റിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോ ഈ ലൈറ്റ് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലൂടെയാണ് പാസ് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറ്റ്മോസ്ഫിയറിൽ പല പല ഡെൻസിറ്റി ഉള്ള ഗ്യാസസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡെൻസിറ്റിയുടെ വ്യത്യാസം കാരണം ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടിയും കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഭാഗത്തൂടെയാണ് പോകുന്നതെന്ന് വിചാരിച്ചോ. ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ റിസൾട്ടന്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ചില സമയങ്ങളിലാവട്ടെ ഇവിടുത്തെ ഡെൻസിറ്റി അത്യാവശ്യം കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഇവന്റ് റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റിന്റെ കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന സാറ്റലൈറ്റ്സ് പല പല കളറുകളായിട്ട് കണ്ടുവരുന്നത്. ഞാൻ ഒരുപാട് UFO വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതേപോലുള്ള ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള UFOസിനൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന സംഭവമായിരിക്കും ഇവർ കണ്ടത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അത് ഒരിക്കലും നിങ്ങളുടെ ഇഷ്യൂ അല്ല, നിങ്ങൾക്ക് അറിവില്ലായ്മ ഒന്നല്ല. ഇത് ആർക്ക് വേണമെങ്കിലും പറ്റാവുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി മാക്സിമം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒക്കറിങ്സ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സും ഈ പറയുന്ന UFO ഒക്കെ ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഒറിജിനൽ UAP വീഡിയോ കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വാൽ നക്ഷത്രമായിട്ടാണ് തോന്നുന്നതെങ്കിലും കുറച്ചുകൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കാം. വാൽ നക്ഷത്രത്തിന്റെ വാലൊക്കെ പോയി ഇപ്പൊ ആ ഒരു ഡ്രോൺ അല്ലെങ്കിൽ ആ ഒരു UAP അല്ലെങ്കിൽ ആ ഒരു UFO മാത്രമായിട്ട് മാറി. അങ്ങനെ കുറച്ചു നേരം ഈ UFO മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ UFO പയ്യെ നിന്നിട്ട് ചെറുതായിട്ട് റിവേഴ്സിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇത് കാണണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെറുതായിട്ട് സൂം ചെയ്ത് നോക്കണം. അതിനുശേഷം ഈ ഒരു UFO പിന്നെ ഡയറക്ഷൻ ചെയ്ത് നേരേക്ക് പോയിട്ട് അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നടക്കുന്നത് ജാനുവരി 31 ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ്. ഇതൊക്കെയാണ് ശരിക്കുമുള്ള UFO UAP വീഡിയോസ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഒരു സാറ്റലൈറ്റ് പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആദ്യമൊക്കെ സ്മൂത്ത് ആയിരുന്നു, പിന്നെ അത് നടക്കുവെച്ച് നിൽക്കുന്നതും കാണാൻ പറ്റും, റിവേഴ്സ് അടിക്കുന്നതും കാണാൻ പറ്റും, പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, പിന്നെ കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എൻകൗണ്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഏകദേശം ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണ് തമിഴ്നാട്ടിൽ വെച്ചിട്ടുണ്ടായത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി നമുക്ക് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം. ഈ രണ്ട് വീഡിയോസ് സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ രണ്ടും ഒരേപോലത്തെ ഇവന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരേപോലത്തെ ട്രയലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രണ്ടും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് എടുത്തത്. അതാണ് ഇവിടുത്തെ മേജർ ഡിഫറൻസ്. എന്നാൽ അടുത്ത ഇവന്റ് സംഭവിക്കുന്നത് വിയറ്റ്നാമിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇത് സംഭവിച്ചത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്, ഫെബ്രുവരി 4 ഈ വീഡിയോ നമ്മളൊന്ന് സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് സ്പീഡ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് പോയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റ് മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരു ഡ്രോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും മോൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഒരു ഡ്രോൺ ആണെന്ന് കൺസിഡർ ചെയ്യാം. FAAയുടെ റൂൾസ് പ്രകാരം ആ ഡ്രോൺ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. മെയിൻലി ഈ ഡ്രോണിന്റെ സൈഡുകളിൽ ഘടിപ്പിച്ചിരിക്കേണ്ട ലൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരു തരത്തിലുള്ള ലൈറ്റ് ഇവിടെ കാണുന്നില്ല. ആകെ ഒരു ഒറ്റ കോൺസ്റ്റന്റ് ലൈറ്റ് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രോൺ ആണോ ഇതൊരു ഓർബാണോ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഒരു ഒറ്റ ഫാക്ട് കാരണോ പിന്നെ ഒരുപാട് വീഡിയോസ് ഈ ഒരു സമയം കൊണ്ട് ഞാൻ അനലൈസ് ചെയ്തത് കൊണ്ട് തന്നെ
ഇത് ശരിക്കുള്ള ഒരു UAP ഫുട്ടേജ് ആവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമന്റ് ചെയ്ത്. പിന്നെ ഡ്രോണുകളെ പറ്റി പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടായി. മിക്കവാറും അത് മലയാളികൾ അറിഞ്ഞു കാണാൻ സാധ്യതയില്ല, കാരണം നമ്മൾ അതിനെപ്പറ്റി ബോധമല്ലല്ലോ. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരുപാട് ഡ്രോൺ സൈറ്റിങ്സ് നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്നുണ്ട്. ആരും ഇതുവരെയായിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആരും എന്ന് പറയുന്നത് ഒഫീഷ്യൽസ് ആരും മിണ്ടിയിട്ടില്ല. അങ്ങനെ അവസാനം FAA ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അതായത് ഈ പറയുന്ന നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഡ്രോൺസ് എല്ലാം അത് മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരുപാട് സ്റ്റഡീസ് നടത്താൻ വേണ്ടി മനുഷ്യരെ ഉണ്ടാക്കി വിട്ട് ഡ്രോൺസ് ആണെന്നാണ് FAA ഒഫീഷ്യലി പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ എന്നെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? എന്ത് കാര്യത്തിനാണ് ഇവർ ഇത്ര നാൾ സീക്രട്ട് ആയിട്ട് ഈ ഒരു പോയിന്റ് വെച്ചോണ്ടിരുന്നത്? ഇതിപ്പോ ഒരു സാധാരണ ഡ്രോൺ ആണെങ്കിൽ ഇത് ഇവർക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇത്ര നാൾ ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നത്? ഇവർ ഈ പറയുന്ന ഈ ഡ്രോൺ കാരണം ഉണ്ടായ ഒരു കൺഫ്യൂഷൻ അത് നിസ്സാരമൊന്നുമല്ല. ഒരുപാട് ന്യൂസ് ചാനൽസ് ആയിക്കോട്ടെ, ഏകദേശം നമ്മുടെ ലോകം മുഴുവനും കണ്ടുവരുന്ന സൈറ്റിങ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ മണിപ്പൂർ അടക്കം ഒരുപാട് എയർപോർട്ടുകൾ ക്ലോസ് ചെയ്ത് വരുന്നുണ്ട്. ന്യൂയോർക്കിലെ എയർപോർട്ട് ക്ലോസ് ചെയ്യുന്നത്, അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ലോകത്ത് നടന്നു. പിന്നെ ഈ ഡ്രോൺസും കാര്യങ്ങളൊക്കെ ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്ത സമയത്ത് എന്തായാലും FAA അടുത്ത് ചോദിക്കുമല്ലോ ഇത് എന്താണെന്നുള്ള കാര്യം, കാരണം ഇവർക്കാണല്ലോ അതോറിറ്റി ഉള്ളത്. അപ്പോൾ ഇവരന്ന് പറഞ്ഞെന്താ വെച്ചാൽ ഇവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നാണ്. അതായത് ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നുമേ അറിയാൻ പാടാത്ത രീതിയിലാണ് ഇവർ ആദ്യം സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒന്ന് പറയുന്നു ഇവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാന്നുള്ളതും ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ ലോകത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഏലിയൻസ്, UFO അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതിലൊരു മെജോറിറ്റി നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു മെജോറിറ്റി ഇൻസിഡൻസും മിലിറ്ററി സൈഡിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ 100% റിയൽ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെ ഒരു നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് സർവൈവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ കൈവശമുള്ള ടെക്നോളജി മിക്കവാറും നമ്മുടെ ടെക്നോളജിയിൽ ഫാർ സുപ്പീരിയർ ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ മനുഷ്യർ ഭൂമിയിൽ നിന്ന് മൂണിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ടെക്നോളജിക്കലി ആയിക്കോട്ടെ പല രീതിയിലും ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുള്ളത് ശരിക്കും നമ്മൾ മുകളിൽ പോയി ലാൻഡ് ചെയ്തത്. ആ സമയത്താണ് ഇവർ വേറൊരു ഗ്രഹത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. അതും 2025 പോലും നമുക്ക് ഭൂമിനെ വിട്ടിട്ട് വേറൊരു ഗ്രഹത്തിലേക്കോ വേറൊരു സ്ഥലത്തിലേക്കോ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് വേറൊരു ഗ്രഹത്തിൽ നിന്ന് അവർ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ടെക്നോളജി എന്തോരം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ മതി. അവർ നമ്മുടെ ഭൂമിയിൽ വരുന്നതിന്റെ പേർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ നമ്മുടെ ഭൂമിയിലേക്ക് വരികയും നമ്മുടെ ഭൂമിയിലുള്ള അഡ്വാൻസ് ലൈഫ് ഫോം ആയിട്ടുള്ള ഹ്യൂമൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ടെക്നോളജി, ഇവരുടെ കൈവശമുള്ള ടെക്നോളജി നമുക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരുപാട് UFO UAP സംഭവങ്ങളൊക്കെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുകയും അതിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബോബ് ലാസറിന്റെ ഒരു ടെസ്റ്റിമോണി. അതായത് അദ്ദേഹം ഏരിയ 51 ഈ പറയുന്ന പോലെ ഒരു UFO റിട്രീവ് ചെയ്തെടുത്തു. അതിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസിന്റെ ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. അതോടൊപ്പം റീസെന്റ് പുറത്തോട്ട് ഒരുപാട് UAP ഫുട്ടേജസ്, അതായത് മൊട്ടയുടെ ഷേപ്പുള്ള ഒരു UAP റിട്രീവ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യരും നോൺ ഹ്യൂമൻ ഇന്റലിജൻസും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു നമുക്കിവിടെ വ്യാഖ്യാനിക്കാം. അതായത് നമ്മുടെ കൂടെ അവരുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്ര നാളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റാത്തത്. പക്ഷെ ചില സമയത്ത് അത് വർക്ക്ഔട്ട് ആവാത്തതുകൊണ്ടായിരിക്കാം ഒരുപാട് UFO ഇൻസിഡൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്ര കാലം ഏലിയൻസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പോയിന്റ് പുറം ലോകത്തെ അറിയിക്കാണ്ട് വളരെ ചെറിയ മൈനോറിറ്റി ആൾക്കാരെ മാത്രം അറിയിച്ചുകൊണ്ട് വയ്ക്കുകയും അങ്ങനെ എന്തൊരു പ്രശ്നം മനുഷ്യനും ഈ പറയുന്ന ഏലിയൻസ് തമ്മിൽ ഉണ്ടാവുകയും അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരുടെ ഒരു എക്സിസ്റ്റൻസ്, അതായത് ഏലിയൻസിന്റെ ഒരു എക്സിസ്റ്റൻസ് ബാക്കിയുള്ള എല്ലാ പുറം ലോകത്തെ മൊത്തം കാണിക്കുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഒരുപാട് UAP UFO സൈറ്റിങ്സ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള സൈറ്റിങ്സ് ഈ പറയുന്ന പോലെ ഒരു പവർ സോഴ്സിന്റെ അടുത്തോ ഇടിമിന്നലിന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലോ മെയിൻ ആയിട്ട് മിലിറ്ററി സൈറ്റിലോ ഗവൺമെന്റ് ഇൻസ്റ്റാളേഷൻ അങ്ങനെ പല സ്ഥലത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, നമുക്ക് അതായത് മനുഷ്യർക്ക് ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി അത് ഈ അടുത്തൊക്കെയല്ലേ നമുക്ക് ഉണ്ടായി വന്നത്. അപ്പോൾ പണ്ടൊന്നും എന്താണ് നമുക്ക് ഏലിയൻസിന്റെ UFO കാണാൻ പറ്റാത്തതെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പുറകെയാണ് ഞാൻ ഒരുപാട് വീഡിയോസ്, ദൈവം എന്നുള്ളൊരു സീരീസിൽ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തത്. ആ സീരീസിൽ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. ഏകദേശം ഒരു 10-12 വീഡിയോസ് ഞാൻ ഒരു ടോപ്പിക്കിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർഫസ് മാത്രമേ ഞാൻ തൊട്ടിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ കളക്റ്റീവായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഏലിയൻസ് അവരുടെ ഒരു എക്സിസ്റ്റൻസ് പുറം ലോകമായിട്ട് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന ഡ്രോൺസ്, അതായത് നമ്മുടെ കൈവശമുള്ള ഒരുപാട് അഡ്വാൻസ്ഡ്
ആയിട്ടുള്ള ഡ്രോൺസ് ഒക്കെ ഇല്ലേ, അതും കൂടി ഇവരുടെ കൂടെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് വിട്ടത്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ 3 കാറ്റഗറിയിലുള്ള സൈറ്റിങ്സ് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ ഡ്രോൺസ്, പിന്നെ ഓർബ്, പിന്നെ പ്ലാസ്മോയിഡ്സ് പോലത്തെ ഒരു സംഭവം. ഈ പറയുന്ന ഓർബും പ്ലാസ്മോയിഡ്സും മിക്കവാറും ഇവരുടെ ടെക്നോളജി ആയിരിക്കും, അതായത് നോൺ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ടെക്നോളജി ആയിരിക്കും. പക്ഷെ ഈ ഡ്രോൺസ് എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ഉണ്ടാക്കിയ മനുഷ്യരുടെ ടെക്നോളജിയാണ്. അതുകൊണ്ടായിരിക്കാം FAA പറയുന്നത്, അതായത് ഈ ഡ്രോൺസ് ശരിക്കും ഈ പറയുന്ന UFO കാര്യങ്ങളൊന്നും അല്ല, അത് മനുഷ്യരുടെ ടെക്നോളജി ആണെന്നുള്ള കാര്യം FAA അക്നോളജ് ചെയ്തത്. ഞാനിപ്പോ പറഞ്ഞത് എന്റെ ഒരു വൈൽഡ് ഗസ് മാത്രമാണ്, ചിലപ്പോൾ റിയാലിറ്റി വേറെ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ ഇതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈറ്റിങ്സ് ഒക്കെ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത വീഡിയോസിൽ ഒട്ടുമിക്കതും ഒത്തന്റിക് ആയിട്ടുള്ള UAP വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഒറിജിനൽ ആയിട്ടുള്ള UAP ഫുട്ടേജ് ഫിൽട്ടർ ചെയ്തിട്ട് അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുപോലത്തെ ഫുട്ടേജസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് മാക്സിമം കമന്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കില്ല. അവർ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ട് അവർക്ക് ആ ഒരു സയന്റിഫിക് എവിഡൻസ് കിട്ടിയാൽ മാത്രമാണ് അവർ വിശ്വസിക്കുള്ളൂ. അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അവർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുള്ളൂ. ഇത്ര കാലമായിട്ട് നമ്മുടെ ലോകത്ത് ഒരുപാട് അനോമലസ് ആയിട്ടുള്ള ഫിനോമിന നടക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു ടൗൺ മുഴുവൻ വിറ്റ്നസ് ചെയ്ത് ഫിനോമിനെ പറ്റി ഒരുപാട് സ്റ്റോറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒപ്പീനിയനും മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.